ഷഫീദ്, എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയധികം ടിക്കറ്റുകൾ ലഭ്യമാകുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ 3 ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പസമയത്തിനുള്ളിൽ കേരളം കാത്തിരിക്കുന്ന ആ ഭാഗ്യശാലി അല്ലെങ്കിൽ ആ ഭാഗ്യ നമ്പർ അത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാകുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. ഗോർക്കി ഭവനിലാണ് ഉള്ളത്. അപ്പം ഇന്ന് പൂജാ ബമ്പറിന്റെ പ്രകാശനവും കൂടി നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ ഷഫീദ്? പ്രവിത, ആകാംക്ഷ അതല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം 25 കോടി ഒന്നാം സമ്മാനം അത് ആരാണ് ആ ഭാഗ്യവാൻ എന്നുള്ള കാര്യം അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി. കുറച്ച് ദിവസം മുൻപായിരുന്നു ഇതിന്റെ നറുക്കെടുപ്പ് ശരിക്കും നടത്തേണ്ടിയിരുന്നത്. എന്നാൽ മഴ കാരണം ടിക്കറ്റ് വിൽപ്പന കുറഞ്ഞതും ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചതും GST സ്ലാബിലെ പ്രശ്നമൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ആ ആകാംക്ഷയ്ക്ക് വീണ്ടും ഒരു വൈകൽ ഉണ്ടായത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തൊന്നും ടിക്കറ്റ് കിട്ടാനേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് മാത്രം 14,07,100 ടിക്കറ്റ് ഇതുവരെ ലോട്ടറി വകുപ്പിന്റെ അവസാനത്തെ കണക്ക് പ്രകാരം വിറ്റിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് തൃശൂർ ജില്ലയുണ്ട്, 9,37,400. മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് 8,75,900 ടിക്കറ്റുകൾ ഏജൻസികൾക്ക് വിറ്റു. അത് മൊത്തം വിറ്റ് കഴിഞ്ഞു. കാരണം ഇന്ന് രാവിലെയൊക്കെ സലീമാലിക്കൊക്കെ ഇങ്ങനെ ടിക്കറ്റ് വിൽപ്പന സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഏതായാലും ഗോർക്കി ഭവനുള്ളിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ധനമന്ത്രി KN ബാലഗോപാൽ അല്പസമയത്തുള്ളിൽ എത്തും. അദ്ദേഹം വന്ന ശേഷമായിരിക്കും ഔദ്യോഗികമായി ഓണം ബമ്പർ നറുക്കെടുപ്പ് വിജയി ആരാണെന്ന് കണ്ടെത്താൻ കഴിയുക. ഇപ്പൊ സലീമാലി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സലീമ, ടിക്കറ്റൊക്കെ എടുത്ത് ഭയങ്കര കോൺഫിഡൻസിലിരിക്കുകയാണ്. സലീമ, ആർക്കായിരിക്കും? ഞാൻ ഈ വരുന്ന വഴിക്ക് അവിടെ സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും കയറിയിട്ടുണ്ട്. അതിന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വില ചോദിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഷഫീദും സലീമും കൂടി എത്ര ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്? അതിന്റെ എണ്ണം കൂടി പറയും. പോയിരുന്നു ഭഗവതി ഏജൻസി, അതായത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഏജൻസിയിൽ പോയപ്പോൾ ഒരു ടിക്കറ്റ് പോലും ഇല്ല. പ്രവിത ഒരു കാര്യം ചോദിച്ചു, നമ്മൾ എത്ര ടിക്കറ്റ് എടുത്തിട്ടുണ്ട്? ഞങ്ങൾ ഓഫീസിൽ 5 പേര് ഷെയർ ഇട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഷെയറുകൾ പലയിടത്തും അറിഞ്ഞും അറിയാതെയൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലെ സലീമ? ഇട്ടിട്ടുണ്ട്. അങ്ങനെ പലരും നമുക്ക് തന്നെ ഒന്നിച്ചെടുത്തവരുണ്ട്, കൂട്ടായി എടുത്തവരുണ്ട്. അങ്ങനെ പലരും ഉണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ 24 ഒരാൾ ഒരു 93 ടിക്കറ്റ് എടുത്ത ഒരാളുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പലരും എടുത്തിട്ടുണ്ട്. ഭാഗ്യപരീക്ഷണം പലരും നടത്തുന്നുണ്ട്. പക്ഷേ സെക്രട്ടേറിയറ്റ് നിയമസഭ ഇന്ന് നമ്മൾ വാങ്ങും. ഞങ്ങൾ ഒരുമിച്ച് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ടിക്കറ്റ് അടിക്കുകയാണെങ്കിൽ ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഈക്വലായി ഷെയർ ചെയ്യുമെന്ന്. സലീമിന് അത്രയും കോൺഫിഡൻസ് ഇക്കാര്യത്തിലുണ്ട്. ഏതായാലും ഇതാണ് ആ ഗോർക്കി ഭവനിലേക്കുള്ള ഭാഗ്യ വഴി എന്ന് പറയുന്നത്. കാരണം ഇതിനകത്താണ് ഈ ടിക്കറ്റ് 25 കോടി ഒന്നാം സമ്മാനം കിട്ടുന്ന സമ്മാനഘടനയിൽ കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോട്ടറി ടിക്കറ്റിന്റെ വഴി. അതിന്റെ ഏറ്റവും മടങ്ങിയെത്താൻ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നറുക്കെടുപ്പ് ആരംഭിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.